ഞാനും നല്ലവനായിരുന്നു സാർ. 15 വയസ്സ് വരെ ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയ അമ്മയുടെ കഥ കേട്ട് അപ്പൂപ്പൻ്റെ കൂടെ വൈദികനാകാൻ ആഗ്രഹിച്ച് ദൈവകാര്യങ്ങൾ മാത്രം പഠിച്ചു വളർന്നവൻ. പിന്നീട് പെറ്റമ്മയെ തേടിയുള്ള യാത്ര കൊച്ചിയിലെത്തിച്ചു. വിശന്നു വലഞ്ഞ് ഒരു തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചിരുന്നപ്പോൾ കേട്ടു അകലെ ഒരു സ്ത്രീയുടെ കരച്ചിൽ. അമ്മയെ തേടിയുള്ള യാത്ര അറിയാതെ എന്നെ അവിടെ എത്തിച്ചു. കണ്ടത് ഭോഗിച്ചതിന് പൈസ ചോദിച്ചൊരു സ്ത്രീയെ ക്രൂരമായി മർദ്ദിക്കുന്ന 2 പേർ. സഹിച്ചില്ല സാർ. അവിടുന്ന് പോലീസ് സ്റ്റേഷൻ. 1 വർഷത്തെ ജയിൽ ജീവിതം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പോലീസ് എനിക്ക് പുതുക്കി നൽകിയ മേൽവിലാസം ഗുണ്ടാ ജോയി. വിലസി സാർ, വിലസി, നന്നായി വിലസി. ഒരു കേസിലും പിടിക്കപ്പെട്ടില്ല. അപ്പോ പങ്കാളികൾ നൽകി പുതിയ പേര് മെത്രാൻ ജോയ്. പലരും ചെയ്യാൻ മടിച്ച പല പണികളും ചെയ്തു, കേരളത്തിനകത്തും പുറത്തുമല്ല. അതിനിടയിൽ സിനിമാ കഥ പോലെ ഒരു പ്രേമം, വിവാഹം. പക്ഷേ സ്ത്രീകൾ എനിക്ക് വഴില്ല സാർ. എൻ്റെ ജീവിതത്തിൽ ആദ്യം അമ്മ, പിന്നെ ഭാര്യ, ഇപ്പോ മോൾ ആദ്യമായിട്ടാണല്ലേ വരുന്നത്? അതെ, ഇന്നലെ മുതൽ ചെറിയൊരു പനിയുണ്ട്. അപ്പോൾ ഗുളിക എന്തെങ്കിലും കഴിക്കുന്നതിന് മുമ്പ് ഗൈനക്കോളജിസ്റ്റിനെ കാണാമെന്ന് വിചാരിച്ചു. എന്നായിരുന്നു ലാസ്റ്റ് പീരീഡ്? കഴിഞ്ഞ മാസം 15-ാം തീയതി ആയിരുന്നു. പിന്നെ ഡേറ്റും തെറ്റി. അതാ ഞങ്ങൾ വന്നത്. ഓ, വെയിറ്റ് ഒന്ന് നോക്കട്ടെ. 65 അല്ലേ? അതെ. ഇറങ്ങിക്കോ. ഇതാ 7ാമത്തെ ആണേ ടോക്കൺ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യണേ. ഇതാ വെച്ചോ. അടുത്ത നമ്മളാണോ? ആണോ? സൗമ്യ ആന്റണി, വാ. അകത്തേക്ക് പോയിക്കോട്ടോ. സൗമ്യ അല്ലേ? അതെ. പീരിയഡ്സ് ഒക്കെ റെഗുലർ ആണല്ലോ അല്ലേ? പിന്നെ 2 ദിവസമായിട്ട് ഒക്കെ ചെറിയൊരു പനി ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എന്തെങ്കിലും ഗുളിക കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടർ ഒന്ന് വന്ന് കാണാൻ അമ്മ പറഞ്ഞു. ഓ ശരി. അപ്പോൾ നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് പ്രഗ്നൻസി സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്തായിരുന്നോ? ഇല്ല. ഓക്കെ. അപ്പം നമുക്ക് യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാൻ അതിന് എഴുതി തരാം. അതൊന്ന് കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. താങ്ക് യു. ചേട്ടാ ഓരെണ്ണം എടുക്കോ ചേട്ടാ? ഒരെണ്ണം എടുക്കോ ചേട്ടാ പ്ലീസ്? ഒരെണ്ണം എടുക്കോ ചേട്ടാ? ഇന്നത്തെ കാരുണ്യ 3:30 നറുക്കെടുപ്പോ. ഒരെണ്ണം എടുത്തോ ചേട്ടാ?
ചേട്ടാ ഒരെണ്ണം എടുക്കട്ടെ ചേട്ടാ. 3:30 ഒരെണ്ണം എടുക്കാൻ ചേട്ടാ. എന്താനു? അപ്പൊ സിഗരറ്റ് വലിക്കാണോ? എത്ര തവണ പറയണത് നിർത്താൻ? ഞാൻ അറിയില്ലെന്ന് വെച്ചോ? നീ എന്താ വിളിച്ചേ? ഹലോ, ഞാൻ സിഗരറ്റ് കളഞ്ഞു. ശരി, ഇനി ഞാൻ വലിക്കണില്ല. ഇത് ഞാൻ കൊറേ കേട്ടിട്ടുണ്ട്. ഞാനേ ആന്റിയുടെ കൂടെ ഹോസ്പിറ്റലിലാ മോളെ. കാലത്ത് എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാനേ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാട്ടാനു. ഹലോ ജോയേട്ടാ, വാ. സംഭവം പോസിറ്റീവാട്ടാ. അപ്പനാവും പോവാ. അപ്പൊ ചെലവുണ്ടല്ലോ. പിന്നെ കുടിപ്പിച്ച് കിടത്തില്ലേ? നിന്റെ കൈ കൊണ്ട് ഒരു കാലിച്ചായ കിട്ടിയ ഭാഗ്യം. മദ്യപ്പുഴ അത് വലിച്ചു പൊളിക്കല്ലേ, ഞാൻ തുറന്നുതരാം. വിടും. വടി കേറ്. കേറ് മോളെ. കാല് കാല്. അല്ല, അപ്പൊ എന്റെ സംശയം ഇതാണ്, ഛർദിയല്ല ആദ്യം ഉണ്ടാവുക? ഓ, ഞാനതൊന്നും നോക്കിയിട്ടില്ല. ഛർദി ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കും. ജോയേട്ടാ, അവൻ അങ്ങനെ നോക്കണ കുറച്ച് നേരമായില്ല. ഏതാ അവൻ? അവന്റെ നോട്ടം കണ്ട ചോക്ലേറ്റ് കണ്ണൻ. നമ്മുടെ പണി വാങ്ങാനുള്ളവനാണെങ്കിൽ ഈ ഓട്ടോ പിടിച്ച് തന്നെ എത്തുവാൻ. പിന്നല്ല. എന്നാ പോവല്ലേ? പോട്ടെ. ശരി. പറ ഡോക്ടറെ. ആ ജോയ്, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അടുത്ത് വരാറില്ലല്ലോ. പറയ്. നിനക്കറിയാലോ, എനിക്ക് ഈ കാര്യം വേറെ ആളെ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റില്ല. വേഗം വരാം. നീ ആവുമ്പോൾ ഇരു ചെവി അറിയാതെ കാര്യം നടക്കും. ഇതൊരു ജെന്യൂൻ കേസ് ആയതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. അതെ, പക്ഷെ ഞാനത് എന്താ വേണ്ടതെന്ന് ഇതുവരെ തീരുമാനിച്ചില്ല. ഡോക്ടർക്ക് അറിയാലോ, ഞാനിപ്പോൾ ഇതുപോലുള്ള കേസ് എടുത്തിട്ട് ഒരുപാട് നാളായിരുന്നു. അതാ ഒരു കൺഫ്യൂഷൻ. എന്തായാലും നമുക്ക് കാണാം ഡോക്ടർ. എടാ രവി, ഇപ്പം ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് വരാം. വേണ്ട, നമുക്ക് പുറത്ത് വെച്ച് കാണാം. സ്ഥലം പറഞ്ഞാൽ മതി. ആ ശരി. ജയ, നമുക്ക് അയാളെ വിശ്വസിക്കാലോ അല്ലേ? താൻ ടെൻഷൻ അടിക്കാതിരിക്കടോ, വണ്ടി എടുക്കുക. ഇവിടത്തെ പെണ്ണോ? മെത്രാൻ ജോയ് എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡിൽ എല്ലാമായിരുന്നു ഒരു വർഷം മുമ്പ് വരെ. മെത്രാനോ? പുള്ളി ഈ ഫീൽഡിൽ എങ്ങനെ അറിയപ്പെടുക? കക്ഷി നടത്തിയ പല പണികൾക്കും ഒരു തെളി പോലും ബാക്കി ഉണ്ടായിട്ടില്ല. ഇപ്പം മകള് ഫാമിലി എന്നൊക്കെ പറഞ്ഞ് ഒതുങ്ങി കഴിയുക. താനും സമാധാനിട്ടിരിക്കടോ, ഇതൊക്കെ ഞാനേറ്റു.
ആ ജോയ്, ഡോക്ടർ ഇതാണ് ഞാൻ പറഞ്ഞ രവി. നമസ്കാരം. ഇത് ജോയ്, ഞാൻ പറഞ്ഞ മെത്രാൻ. ഇത് ആൻ്റണി. ഇവൻ വഴിയാണ് ഞാൻ ജോയിയെ പരിചയപ്പെടുന്നത് തന്നെ. ഇനി ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. ഇത് രവിയുടെ മകളുടെ കാര്യമായതുകൊണ്ടാണ് ഞാൻ നിന്നെ തന്നെ ഏൽപ്പിക്കുന്നത്. ഇതാണ് ആ പയ്യൻ, സിജോ. ടൗണിലെ കാർമൽ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മൊബൈൽ ഷോപ്പിലെ പയ്യനാണ്. അത്യാവശ്യം തരികടയൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണോ ഫോൺ എടുത്തേ? അല്ല, പുറത്തുനിന്നാ. ലോകം തുറക്കും. ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഒരാഴ്ച ഉണ്ട്. താങ്ക് യു. ശരി. ഞാനും കുടുംബവും ദുബായിലായിരുന്നു. ഭാര്യയുടെ മരണശേഷമാണ് ഇങ്ങോട്ട് താമസം മാറ്റിയത്. എനിക്കെല്ലാം എൻ്റെ മകളാണ്. ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും പരിഭവങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മോളുടെ ബർത്ത്ഡേ വന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ലൈവിൽ വന്നിരിക്കുന്ന ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ്. കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ദിസ് ഈസ് മൈ ഹാൻസം ഡാഡ്. എനിക്കൊരു ഹാപ്പി ബർത്ത്ഡേ പാർട്ടിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താങ്ക് യു. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കസിൻസ്, എൻ്റെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട്. ഈ സന്തോഷം നിങ്ങളോട് കൂടെ പങ്കുചേരാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മെവിൻ, പിന്നെ ദിസ് മൈ ഫ്രണ്ട് മൊണാലിസ, അന്ന. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഹായ് കൊടുക്കാം. ഹലോ, ഹായ്. എനിക്ക് നിറയെ വിഷസ് വരുന്നുണ്ടല്ലോ. പപ്പ ഹായ് മനു, താങ്ക് യു സോ മച്ച്. ഞാൻ നിങ്ങളെ ഇനി പരിചയപ്പെടുത്തി തരുന്നത് എൻ്റെ പപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ട് ജയൻ അങ്കിളിനെയാണ്. അങ്കിൾ ഭയങ്കര സന്തോഷത്തിലാണ്. വേറൊന്നുമല്ല, അങ്കിളുടെ വൈഫ് ഒരാഴ്ച മുന്നേ യുഎസിൽ പോയിരിക്കുകയാണ്. അതിന്റെ ഹെവി സന്തോഷത്തിലാണ്. ആന്റി ഇത് കാണുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തു. കയ്യിലെന്താ ഒരു സിപ്പ് അടിക്കുന്നു. ഇത് എൻ്റെ പപ്പയുടെ ഫ്രണ്ട്സ് ആണ്. ഹായ്, ഹലോ. ഇതാണ് എൻ്റെ പൂളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു സോ മച്ച്. ഇതെൻ്റെ പപ്പ മേടിച്ചെന്ന പുതിയ ഡ്രസ്സാണ്. താങ്ക് യു. ഓ, എൻ്റെ പപ്പ ഭയങ്കര ഹാൻസം ആണെന്ന്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇന്ന് എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് എനിക്ക് ഹെവി ട്രീറ്റ് ആയിട്ടുള്ള ഡിലീഷ്യസ് ഫുഡ് ഉണ്ടാക്കി തന്ന എൻ്റെ ചേട്ടനാണ്, ജയൻ ചേട്ടൻ. അടുത്ത മെസ്സേജ്. എക്സ്ക്യൂസ് മീ. എന്ത് പറ്റി മോളെ? വാട്ട് ഹാപ്പൻഡ് ടു യു? മോളെ എന്താ മോളെ? പപ്പയോട് പറ. മോളെ, അവൾ സ്ഥിരമായി മൊബൈൽ റീചാർജ് ചെയ്യുന്ന കടയിലെ പയ്യൻ. അവളുടെ മൊബൈൽ കംപ്ലൈന്റ് ആയപ്പോൾ റിപ്പയർ ചെയ്യാൻ കൊടുത്തു. അതിൽ അവളുടെ കുറെ സ്വകാര്യ ഫോട്ടോസ് ഉണ്ടായിരുന്നു. സംഭവം ഞാനാണ് ഇവനോട് പോലീസ് പറയാൻ പറഞ്ഞത്. നീ അല്ലടോ? അത് സാറേ, എന്നാ സാറേ? സാറേ കാര്യം പറ. സാറേ കാര്യം പറഞ്ഞ മാത്രം നീ വരുള്ളൂ. കാര്യം പറയൂ സാറേ. പിടിച്ചോ, കാര്യം പറ സാറേ. കാര്യം പറഞ്ഞാൽ നീ വരുള്ളൂ. എന്നത് കാര്യം പറയൂ സാറേ. സർട്ടിഫിക്കറ്റ് കൊടു സാറേ. സാറേ വിട്. ഞാൻ പറയുന്നത് കേൾക്ക് സാറേ. അവിടം കൊണ്ട് എല്ലാം അവസാനിച്ചു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ